എല്ലാം വരുന്നത് മുഴുവൻ എൽ ഡി എഫിന് ഒരു തിരിച്ചടി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എൽ ഡി എഫിന് ഒരു തിരിച്ചടിയില്ല. 4 പതിറ്റാണ്ടിനടുത്ത് മുമ്പുണ്ടായിരുന്ന ഒരു കേസ് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വിധി വന്നതിൽ എൽ ഡി എഫിന് തിരിച്ചടി വന്നിരിക്കുന്നു. ഞങ്ങൾക്കത് തിരിച്ചടിയാണെന്ന്. ഇപ്പോൾ ഇക്കൊല്ലോ 2 കൊല്ലം മുമ്പോ 10 കൊല്ലം മുമ്പോ ഒക്കെ ആണെന്ന് ശരി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അദ്ദേഹം വരുന്നതിന് എത്രയോ മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 പതിറ്റാണ്ടിൻ്റെ അടുത്തെത്തുന്ന ഘട്ടത്തിൽ ഉണ്ടായ ഒരു കേസിൻ്റെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു. ആ വിധി വസ്തുനിഷ്ഠമായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. അതിലെന്ത് ഞങ്ങൾക്ക് തിരിച്ചടി വന്നിരിക്കുന്നു? അദ്ദേഹത്തിന് അപ്പീൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പീൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തെ നിർത്താൻ സാധ്യതയുണ്ടോ? അല്ല, അതല്ല ഇനി വരേണ്ട കാര്യമില്ലേ? ഭാവിയിൽ വരേണ്ടുന്ന കാര്യത്തിൽ ഇപ്പോഴും മറുപടി പല കാര്യം. കേരളത്തിൽ ഇങ്ങനെ ഒരു MLA ക്രിമിനൽ കേസ് ശിക്ഷിക്കപ്പെട്ട് അയോഗ്യനാക്കുന്നതല്ലേ ആദ്യം? അതെ, അതിപ്പം 36-38 കൊല്ലം മുമ്പ് ഇങ്ങനെ കേസ് വരെ ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. അതല്ലേ കാര്യം. അല്ല, നേരം എന്തെങ്കിലും തീർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു 40 കൊല്ലത്തിന് മുമ്പുള്ള ഒരു കേസ് എടുത്തിട്ട് ഇപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് വസ്തുതാപരമായിട്ട് പരിശോധിച്ച് നമുക്കറിയാം. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കേസ് ഇപ്പോഴാണ് വിധി പറഞ്ഞത്. ആ വിധി പറഞ്ഞതനുസരിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത്രയേ ഉള്ളൂ. പക്ഷേ സീറ്റ് CPM ഏറ്റെടുക്കുന്നതിന് എന്തെങ്കിലും ചർച്ചകൾ ആരംഭിച്ചു? ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതേവരെ ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസ് അത് മത്സരിക്കുമെന്നും പറഞ്ഞതും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഒക്കെ തെറ്റാണ്. ഞങ്ങളതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. പോരെ, അതല്ലേ നിങ്ങൾ പറഞ്ഞ മലയാളത്തിലേ പറയും. പക്ഷേ കോൺഗ്രസ് ഞങ്ങൾ അത് സംബന്ധിച്ച് ഇതേവരെ ചർച്ച ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമല്ല. അത് ബോംബ് പൊട്ടുന്നില്ല, പണ്ട് പറഞ്ഞില്ലേ, ആ പൊട്ടിയില്ലല്ലോ ഇതുവരെ. അതുപോലെ 100 പൊട്ടും. പക്ഷേ കേട്ടോ, നല്ല ഒരു വിസ്മയം ഉണ്ടാകാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 4 ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും ഈ കേരളത്തിൽ അധികാരത്തിൽ വരും. അതിൽ ഒരു സംശയവും വേണ്ട. ഏത് ബോംബ് പൊട്ടിയാലും അത് വരും. കേട്ടോ, വിജിലൻസ് റിപ്പോർട്ട് ഞാൻ വായിച്ചു നോക്കിയില്ല. എന്ത് നമുക്ക് എന്തിനും കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ആരെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ല, അവരെ പരിപാടിയാണ്. പണ്ട് ലാവലിൻ കേസ് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ട് CBIക്ക് വിട്ടതാണല്ലോ. അത് അവരെ പണിയാണ്. ആ പണിക്ക് ഞങ്ങളില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തോട്ടെ. ഞാനതാ പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗവൺമെൻറ് എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് അതാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. യെസ്.